UDF-നെ അധികാരത്തിലെത്തിക്കുക എന്നതായിരുന്നു താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് താങ്കൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോഴാണ് താങ്കളെ മാറ്റുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനോട് മത്സരിക്കാൻ മത്സരിക്കും? പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊന്നുമില്ല. ഞാനിപ്പോൾ MP അല്ലേ, എനിക്കെന്തൊരു ആഗ്രഹം എൻ്റെ MLAക്ക്. പക്ഷേ MLA ഷിപ്പിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. അതിനിപ്പോൾ ഇതിൽ നിന്നല്ല, ജില്ലാ കമ്മിറ്റിയിൽ മത്സരിക്കണം, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ മത്സരിക്കും. എനിക്ക് പാർട്ടിയാണ് എൻ്റെ അവസാനത്തെ വാക്ക്. ഇപ്പോൾ വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചാണ്. അനാവശ്യമായൊരു വിവാദമാണത്, അല്ലെങ്കിൽ ഒരു ചർച്ചയാണത്. പക്ഷെ ആ ചർച്ചകളൊക്കെ കോൺഗ്രസിനെ മോശമാക്കുന്നുണ്ടോ? പക്ഷെ ആ ഒരു ചർച്ച അങ്ങനെ സീരിയസ് ആയിട്ട് വന്നിട്ടില്ല. മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ച് ചർച്ച ഒന്നും വന്നിട്ടില്ല. ആഗ്രഹിക്കുന്ന പലരെയും എനിക്കറിയാം. പക്ഷേ അവരിൽ എത്ര പേർ ലക്ഷ്യം കാണുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കെ സുധാകരൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്തായാലും അത് ഞാൻ കണ്ണുകൂട്ടി സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നന്നാവുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരു ഇത്രയും കാലത്ത് അല്ല, ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആ ഇലക്ഷൻ ഒരു സ്പിരിറ്റ് വരും സ്വാഭാവികമായിട്ടും. അത് അനുകൂലമായൊരു ഘടകം തന്നെയാണ് നമുക്ക്. അത് കണ്ണൂരിൽ മാത്രമല്ല, പലയിടത്തും പലയിടത്തും ഉണ്ടാവും. അങ്ങ് വിചാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് പാർട്ടിയെ സെമി കേഡറാക്കുക അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഒരു 60% ഞാൻ COC റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ചാർജും കൊണ്ടുവന്ന ആളുകൾ അതിനകത്തു നിന്നൊരു ചെറിയ തകിട് കളിച്ചിട്ട് നിന്നുപോയി, സ്റ്റോപ്പായിപ്പോയി. അത് വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ സണ്ണിയോട് സംസാരിച്ചിട്ടുണ്ട്, നമുക്കത് പൂർത്തിയാക്കണമെന്നും. സണ്ണി ഓക്കെയാണ്, നമ്മൾ ചെയ്യും. 2.5 വർഷക്കാലം ഒരു ട്രഷറർ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ട്രഷററെ പോലും സ്വന്തമായി വെക്കാനുള്ള ഒരു അധികാരം ഹൈക്കമാൻഡിൻ്റെ പെർമിഷൻ കിട്ടാത്തത് കൊണ്ടാണ് വെക്കാതിരുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് ഞാൻ 2-3 കത്ത് അയച്ചിരുന്നു. ആ കത്തിലൊന്നും എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രഷററെ വെക്കാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡാണ് വെക്കേണ്ടത്, നമുക്ക് വെക്കാൻ പെർമിഷനില്ല. അല്ല, നമ്മൾ ആളെയൊക്കെ കണ്ടെത്തിയിരുന്നു, ആളൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു, കണ്ടെത്തിയിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പറ്റിയില്ല.